നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാമ്പാറാട്ടോ. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാറാട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആ തേങ്ങ വറുത്തരയ്ക്കുന്നത് തന്നെയാട്ടോ. സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പാറാട്ടോ. ഇത് സാധാരണമാണ്. ഇത് നമ്മൾ കേരളത്തിൻ്റെ വടക്കോട്ടേക്ക് ചില തൃശ്ശൂർ മലബാർ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ വറുത്തരച്ച സാമ്പാർ തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അവിടെ ഒന്നും സാധാരണ നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ടുള്ള ഒരു സാമ്പാർ അവിടെ ഇല്ല. അത് കൂടുതലും നമ്മൾ തെക്കോട്ടേക്കാണ്, കേരളത്തിൻ്റെ തെക്കോട്ടേക്കാണ് നമ്മൾ സാധാരണ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇങ്ങോട്ടേക്ക് തേങ്ങ അരയ്ക്കാതെ പറഞ്ഞത് അത് തീയലാണ് അല്ലേ. അപ്പോൾ ഇതിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷാമല്ലി. എല്ലാവർക്കും സിമീസ് നാരൻ കിച്ചണിലേക്ക് സ്വാഗതം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെണ്ടയ്ക്ക, ക്യാരറ്റ്, തക്കാളി, സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. കുറച്ച് മുരിങ്ങയ്ക്കയും വേണം. മുരിങ്ങയ്ക്ക ഞാൻ കഴിഞ്ഞ ദിവസം അവിയലിട്ട മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ പ്രിസർവ് ചെയ്ത്, അത് തന്നെയാണ് കേട്ടോ ഇത്. കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരി ചേർക്കാം, പച്ചക്കായ ചേർക്കാം, ചേമ്പ് ചേർക്കാം. അപ്പോൾ ചേമ്പ് ചേർക്കുമ്പോഴത്തേക്ക് ചേമ്പിന് ഒരു കൊഴുപ്പുണ്ടാവും അല്ലേ. അപ്പോൾ ആ കൊഴുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമ്മൾ വിനാഗിരി കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ഇച്ചിരി സമയം, ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് നമ്മൾ വേവിക്കുന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ചേമ്പിൻ്റെ കൊഴുപ്പ് സാമ്പാറിൽ വരത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിയ വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. പച്ചക്കറികളെല്ലാം ഇതേപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുമ്പളങ്ങ ഫുള്ളും എടുത്തിട്ടില്ല, ക്യാരറ്റും പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. തക്കാളി ഇതുപോലെ 4ആയിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത്. വെണ്ടയ്ക്ക ഇതേപോലെ വലുതായിട്ട്, പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടുണ്ട്, സവാള അത് വലിയ സവാള ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ്. ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ് കേട്ടോ. സാമ്പാർ പരിപ്പ് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഞങ്ങൾക്ക് സാമ്പാറിലും ഒരുപാട് പരിപ്പ് ചേർക്കുന്ന ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ആ പരിപ്പ് ഒരുപാട് വരുമ്പോഴത്തേക്ക് സാമ്പാറിന് ഭയങ്കര കൊഴുപ്പായിരിക്കും. ആദ്യമേ തന്നെ ഈ സാമ്പാറിൻ്റെ പരിപ്പ് ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇത് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞാൽ വെറുതെ അത് ചീറ്റി പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിക്കുക. അതിപ്പോൾ ഇത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് സ്റ്റവിലേക്ക് മാറ്റാം. ഇനിയാണ് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ നേരം വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യുക കേട്ടോ. അന്നേരം വിസിൽ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോൾ ഈ പരിപ്പ് വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ചേർക്കാം. സാമ്പാറിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം കായം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഷ്ണം കായ ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ. പിന്നെ വറ്റൽ മുളക്, അത് എരിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ സാമ്പാർ പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 കപ്പ് തേങ്ങ. ഞാൻ എടുത്തിരിക്കുന്നത് ഡെസിഗേറ്റഡ് കോക്കനട്ട് ആട്ടോ. ഇതുപോലെ വറുത്തരയ്ക്കാനൊക്കെ ഞാൻ ഇപ്പോൾ തേങ്ങയില്ലാത്ത ഞാൻ നമുക്ക് ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കാൻ വരുമ്പോൾ വറുത്തരയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ ഡെസിഗേറ്റഡ് കോക്കനട്ട് ആട്ടോ യൂസ് ചെയ്യുന്നത്. തേങ്ങ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/3 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പൊക്കെ ഫ്രഷ് തേങ്ങ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ കായം ഇച്ചിരി പൊട്ടിച്ചിട്ടുണ്ട്, അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു കൂട്ടാം. മൂത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഞാൻ ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം നല്ല കുറച്ച് തന്നെ വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് പരിപ്പ്, മല്ലി, വറ്റൽ മുളക്, ഇതൊക്കെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും കേട്ടോ. മുലേൻ്റെ വീട്ടിലൊക്കെ ഇതെല്ലാം സെപ്പറേറ്റ് വറുത്തിട്ട് കോരി എടുക്കുവാണ് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഒരേപോലെ തന്നെയാണ് മൂത്ത് വരുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം.
തേങ്ങ ഒരു ബ്രൗൺ നിറാകുന്നത് വരെ മൂപ്പിക്കാം കേട്ടോ. ഡെസിഗേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും കേട്ടോ. മറ്റേ പച്ച തേങ്ങ ആണെന്നുണ്ടെങ്കിൽ മൂക്കാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ തേങ്ങയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം ഉണ്ടാവുമല്ലോ. നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി അതേ തന്നെ കിടന്നോട്ടെ. അപ്പം ആ ചീഞ്ചട്ടിക്ക് നല്ല ചൂടാണുള്ളത്, നമ്മൾ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കിടന്നിട്ട് തന്നെ ഒന്നും കൂടെ നന്നായിട്ട് മൂത്ത് വരും കേട്ടോ. തേങ്ങ മൂത്ത് വന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിനും നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കരിച്ചെടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പരിപ്പ് എന്തായി നോക്കാം. ഇത് നല്ലപോലെ വെന്തിട്ടൊന്നുമില്ല, ഇതൊരു 3/4 വേവ് ആയിട്ടുള്ളൂ കേട്ടോ. പരിപ്പ് കുറച്ച് വേകാൻ ഇച്ചിരി താമസം കേട്ടോ. സാധാരണ സാമ്പാർ പരിപ്പൊക്കെ പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ ഇതത്രയും ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുമല്ലോ, അപ്പോൾ ഇത് നന്നായിട്ട് ആയിക്കോളൂ കേട്ടോ. ഇതിലേക്ക് ഇനി ചേർക്കാൻ പോണ കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഞാൻ സവാള ചേർക്കണേണ്. എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം ഒന്നും ചേർക്കണ്ട. സവാള, ക്യാരറ്റ്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ പോവും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടു. തക്കാളി ഞാൻ ഇതേപോലെ 4 വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ മുറിച്ചേക്കണത്. അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കും കേട്ടോ. സാധാരണ ചെയ്യല് ഇതുപോലെ വെക്കാം. എന്നുവെച്ചാൽ എനിക്കിത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി ഇളക്കി കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാമ്പാറിന് ആവശ്യമുള്ള പുളി, ഉപ്പ്. ഈ കഷ്ണത്തിൽ ഒഴിച്ചേക്കുന്ന വെള്ളം കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണേ കേട്ടോ. ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കഷ്ണങ്ങളുടെ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് എന്തായാലും വെള്ളം വേണമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ പരിപ്പിലും കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചാലേ പരിപ്പ് പെട്ടെന്ന് തന്നെ വേഗത്തുള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വേവിക്കണം. കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റവ് ഇങ്ങോട്ട് ഓഫ് ചെയ്തിടുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുക്കറിൽ അന്നേരത്തേക്ക് വെന്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെയൊക്കെ കുക്കറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങോട്ട് വേവിച്ചോളൂ കേട്ടോ. ഈ തേങ്ങ വറുത്ത് ആ സെയിം പാത്രം തന്നെയാണ്. അതിലേക്ക് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ എണ്ണയിലേക്ക് വെണ്ടയ്ക്ക ചേർക്കുക കേട്ടോ. വെണ്ടയ്ക്ക വറുത്തിട്ട് വേണം സാമ്പാറിലേക്ക് ചേർക്കാൻ, അതല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഒരു ഇളിളിപ്പ് പോലെയല്ലേ ഇരിക്കുന്നത് വെണ്ടയ്ക്ക. അപ്പോൾ അത് സാമ്പാറിലുണ്ടാവും. പിന്നെ ആ പച്ചമുളകും ഇതുപോലെ 2ആയിട്ട് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 ചെറിയ ഉള്ളി അതും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറം ഒന്ന് റോസ്റ്റായിട്ട് വന്നേച്ചാൽ മതി കേട്ടോ. ഇതേപോലെ. അപ്പോൾ അതിൻ്റെ പിന്നെ അതുപോലെ വെണ്ടയ്ക്ക അരിയുമ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി. ഇതിൻ്റെ ഫുൾ പ്രഷറും പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓപ്പൺ ആക്കാം. ഞാൻ ഇതിൽ നിന്ന് ഈ തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ അങ്ങോട്ട് മാറ്റും കേട്ടോ. നമ്മൾ തക്കാളിയുടെ തൊലി കഴിക്കരുതെന്നാണ് പറയണത്. അപ്പോൾ ഇതങ്ങ് നമുക്ക് ഇങ്ങനെ ഇളക്കി മാറ്റാം. അപ്പം ഇങ്ങനെ നിരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഈ പുളി ഉണ്ടല്ലോ, ഇനി ഇത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഞെരടി പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാം. ഞാനപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞിക്കാലമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഓൾറെഡി ഇത് ഞാൻ വേവിച്ചിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേവിക്കുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പച്ച മുരിങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വേവിച്ചുകൊണ്ട് ഇപ്പം ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, ചെറിയുള്ളി, പച്ചമുളക്, വേവിച്ച് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങളും ചേർക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ കിടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ വേഗാത്ത പോലെ തോന്നുന്നത്, പക്ഷെ നന്നായിട്ട് വെന്തതാണ് കേട്ടോ. അത് കുക്കറിൽ വേവിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ഇളക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇളക്കുമൊക്കെ ആണെങ്കിൽ അത് പരിപ്പൊന്ന് ഉടഞ്ഞു വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്. ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെയാണ് അരച്ചേക്കുന്നത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് പുളി, നമ്മൾ എടുത്ത് മാറ്റിയ പുളി ഉണ്ടല്ലോ, അതൊന്ന് പിഴിഞ്ഞെടുത്താണ് അത് ഒഴിക്കാം.
ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർക്കണേണ്. ഈ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പ് എല്ലാം കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 15 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഒക്കെ വെന്തിട്ടുണ്ടാവും. അതുപോലെ കഷ്ണങ്ങളിൽ അരപ്പും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് കുറച്ചും കൂടി വയ്ക്കുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സാമ്പാർ നല്ല കുറുകിയ ഒരു ടെക്സ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. സാമ്പാറിലേക്ക് ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാം. ശേഷം ഇതൊന്ന് യോജിപ്പിക്കാം. നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ഉണ്ടാക്കുന്ന സാമ്പാർ കണ്ടില്ല, നമ്മൾ സാധാരണ എപ്പോഴും പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ സാമ്പാർ പൊടി കടയിൽ നിന്ന് മേടിക്കുന്നതും അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ല തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് കേട്ടോ, അതാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.